ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് താനു. അതിമനോഹരമായിട്ടുള്ള 8 ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫ്ലെയിം വയലറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് നമ്മുടെ ഗാർഡനിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചെടി പ്രിഫർ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഇത് നന്നായിട്ട് വളരും. വീടിൻ്റെ ബാൽക്കണിയിൽ അധികം സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വച്ച് പിടിപ്പിക്കാവുന്ന വളരെ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. ഫ്ലെയിം വയലറ്റിൻ്റെ തന്നെ 2 കളർ വേരിയേഷൻസ് ആണ് ഒരേ പോട്ടിൽ ഞാൻ നട്ടേക്കുന്നത്. എന്നിട്ട് ഈ ഒരു പോട്ട് ചാമ്പയുടെ കൊമ്പിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ചാമ്പയുടെ ഷെയ്ഡിലായതുകൊണ്ട് തന്നെ അധികം സൺലൈറ്റ് ഒന്നും ഇതിന് കിട്ടില്ല, പക്ഷെ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും പുളിപ്പിച്ച് നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിന് വളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ദിവസവും നമ്മൾ ഇതിന് വാട്ടർ ചെയ്ത് കൊടുക്കാറുണ്ട്. എക്സസ് വരുന്ന വെള്ളം പോകാനായിട്ട് ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫോളിയേജും നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സുമാണ്. ഇതിന്റെ ഒരു കട്ടിങ് എടുത്ത് നമുക്ക് എളുപ്പം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ തൊട്ടടുത്ത് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ടേർട്ടിൽ വെയിൻ ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ചധികം നാളായി ഈ ഒരു പ്ലാന്റ് വെട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടോ, നല്ല ലെങ്ത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വെട്ടി ഷേപ്പ് ചെയ്ത് നിർത്താവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇത് വളരെ എളുപ്പം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു കട്ടിങ് വെറുതെ നമുക്ക് മണ്ണിലിട്ട് കൊടുത്താൽ മാത്രം മതി. എളുപ്പം തന്നെ നമുക്കത് പിടിച്ചു കിട്ടും. ഇത് വാണ്ടറിങ് ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നിലത്തും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും നട്ടു കൊടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. കണ്ടോ, ഈ ഒരു പ്ലാന്റിന്റെ 5-6 സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് ഒരു ചിരട്ടയിലാണ് ഞാൻ ഇവിടെ നട്ടു കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാകും. സൺലൈറ്റ് പക്ഷെ അധികമായി പോയാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. നമ്മൾ നേരത്തെ ഫ്ലെയിം വയലറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് മറ്റൊരു മരത്തിൻ്റെ കൊമ്പിലാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ക്രീപ്പിംഗ് ചാർലി എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം വെയിൽ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. നമുക്ക് ഷെയ്ഡിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ടേർട്ടിൽ വെയിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. രണ്ടും ഞാനിവിടെ ഒരു റോഡിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. കേർട്ടൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റോഡാണിത്. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിലാണ് ഞാൻ ഈ 2 പ്ലാന്റ്സും തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് രണ്ടും പെട്ടെന്ന് തന്നെ വളരുന്നൊരു ചെടിയാണ്. അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഒന്നരാടം വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയ കട്ടിങ്ങിലൂടെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. വളരെ അഗ്രസീവായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ്. എൻ്റെ അടുത്തുള്ള മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു മണി പ്ലാന്റ് ആണിത്. ഇതിനു മുൻപ് ഞാനൊരു നഴ്സറി വിസിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ നഴ്സറി പോയപ്പോൾ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണിത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മണി പ്ലാന്റ് നമ്മുടെ എല്ലാവരുടെ അടുത്ത് ഇഷ്ടം പോലെ പല വെറൈറ്റീസിൽ ഉണ്ടാകും. നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കേട്ടോ, ഞാനിവിടെ ചെറിയൊരു പോട്ടിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. എന്നാലും നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗ്രീൻ പാരഡൈസ് വാണ്ടറിങ് ജ്യൂസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് കളർ ലീവ്സും സ്റ്റെംസുമാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതിൽ നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകും. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ചെറിയ പോട്ട്സിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇതിന് അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. ഈ ഒരു നോഡിൽ വെച്ച് നമുക്ക് ഒരു കട്ടിങ് എടുത്തിട്ട് എളുപ്പം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഈ ഒരു കളക്ഷൻ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.